അഞ്ജു മാത്യുവിന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. ഞായറാഴ്ച പൈതൽ മലയിൽ വെച്ച് ഇടിമിന്നലേറ്റ് മരണമടഞ്ഞ അഞ്ജു മാത്യുവിന്റെ മൃതദേഹം സംസ്കരിച്ചു. പുന്നപ്പാലം സെന്റ് അൽഫോൻസ പള്ളി സെമിത്തേരിയിലാണ് സംസ്കാരം നടന്നത്. പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തിങ്കളാഴ്ച രാത്രി 10 മണിയോടെ മൃതദേഹം മേനച്ചോടിയിലെ വീട്ടിലെത്തിച്ചു. കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, നാട്ടുകാർ, ജനപ്രതിനിധികൾ തുടങ്ങി വിവിധ മേഖലയിലുള്ള നിരവധി പേരാണ് അഞ്ജുവിന്റെ ചേതനയേറ്റ ശരീരം അവസാനമായി ഒരു നോക്ക് കാണാനായി വീട്ടിലെത്തിയത്. ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. ും കടൽ പോലെ മനസ്സിന്റെയും നാഗരം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മതപരമായ ചടങ്ങുകൾക്ക് ശേഷം ചൊവ്വാഴ്ച രാവിലെ 11:30 മൃതദേഹം പുന്നപ്പാലം സെന്റ് അൽഫോൻസ പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. മൂന്ന് പിതാക്കന്മാരുടെയും പേരിൽ കുടുംബത്തോട് അനുശോചനവും പ്രാർത്ഥനയും സംഭവമുണ്ട്. സോനന്റെ വലിയ അലസത കൂടാതെ നമ്മൾ ഈ ഭരണ സത്കാര ശുശ്രൂഷയിൽ പാടുന്ന മനോഹരമായ ഒരു പാടിന്റെ ഭാഗമാണ്. അത് നമുക്കറിയാം. എപ്പോൾ വേണമെങ്കിലും മരണം വരാം, ചെന്നാണ്ട് ഒരുങ്ങിയിരിക്കുക, സത്കൃത്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നല്ല മരണത്തിന് വേണ്ടി ഒരുങ്ങുക എന്നതിൻ്റെ അർത്ഥം. ഇന്നലെ പോസ്റ്റ്മോർട്ടം നടത്തി വാഴപ്പള്ളി കുടുംബത്തിലേക്ക് വരികയും ഇന്ന് സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ്. കാപ്പിമലയിലെ ഇടവകാലങ്ങൾക്ക് വികാരിച്ചനും കരുവറ്റ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിലെ മണമത്തച്ഛനും പുതുശ്ശേരി അച്ഛനും അവന്റെ സന്തോഷവരം നിൻസുതരി നിത്യവിരുന്നിൽ ചേർക്കണമേ. വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു.
ആദ്യം മുതലുള്ളവയെല്ലാം തെളിവായി മോൺ ഫാദർ ആന്റണി മുതുകുന്നൽ, ഫാദർ ഫിലിപ്പ് ഇരിപ്പക്കാട്ട്, ഫാദർ ജോബി കാരക്കാട്ട് തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്.